ഹലോ, വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോ. അപ്പോൾ ഇത് ഞായറാഴ്ചയാണ്. അപ്പോൾ ഞാനും രാജ്യവും ഉണ്ട് ക്യാമറേൻ്റെ പിന്നിൽ. ഞങ്ങളിങ്ങനെ വെറുതെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഉറക്കത്തൊന്നും ഇപ്പോൾ എണീറ്റുള്ളൂ. എവിടേക്കാണെന്നൊന്നുമില്ല, ലക്ഷ്യമില്ലാതെ വെറുതെ ഇറങ്ങിയതാണ്. അപ്പോൾ നല്ലൊരു സ്പോട്ട് കണ്ടെന്ന് നിർത്തിയാൽ സ്പോട്ട് കാണിച്ചു കൊടുക്കണം. ഇതാണ് നമ്മൾ വന്നിരിക്കുന്ന സ്പോട്ട്. രാജു ഹായ്. ഇതേ സ്ഥലം? ഇതാണ് രാജുവിൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് വാച്ചൊക്കെ ഉണ്ട്. വരുന്ന വഴിയിൽ ഞങ്ങളൊരു ആമ്പൽക്കുളം കണ്ട്. എന്നാ പൂ പറിക്കാൻ പറ്റുമോ നോക്കട്ടെ. പറ്റില്ല, ഓ ഡാർക്ക്. വേറെണ്ടോ നോക്കാം. ഇത് ആമ്പലല്ല, ഇത് താമരയാണ്. പക്ഷേ കരേൻ്റെ സൈഡിലൊന്നുമില്ല. അല്ലെങ്കിൽ പറിച്ച് കാണിച്ചു തരായിരുന്നു. ഇത് ഒരുപാടുണ്ടാ നടുവിലേക്ക്. എന്ത് വില കൊടുത്തും നമ്മൾ ഈ താമര കരക്കടുപ്പിക്കുന്നതാണ് രാജു പറയുന്നത്. ഇതൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. താമരക്കേ വരാനൊരു മടി. ഇതാ ഒത്തൊരുമിച്ചാൽ യെസ്, നേടിയെടുത്തു. എന്താ ഉമ്മയ്ക്ക് കാണി. നല്ല ഫ്രഷ് താമര. അങ്ങനെ നമ്മൾ നേടിയെടുത്തിരിക്കുകയാണ്. ഇതാ താമര. ഈ റിസ്ക് എടുത്തത് നിങ്ങൾക്ക് വേണ്ടിയാണ്. താങ്ക് യു. ആരും കമൻറ്റ് ബോക്സിലൊന്നും തെറിയൊന്നും പറയരുത്. വെള്ളത്തിൽ കിടക്കുമ്പോഴായിരുന്നു അതിൻ്റെ രസം എന്നൊന്നും പറയരുത്. ഈ ഫുൾ റിസ്ക് എടുത്തത് രാജുവാണ്. എന്നാലും ഞാൻ ഷോ കാണിക്കുകയാണ് ഇത് വെച്ചിട്ട്. താമരയ്ക്ക് പ്രത്യേകിച്ച് മണമൊന്നുമില്ല. താമരേൻ്റെ റിവ്യൂ ആണ്. പ്രത്യേകിച്ച് മണമൊന്നുമില്ല. ഉള്ള കാണാൻ നല്ല രസമുണ്ട്. ഓക്കെ, താമര കൊള്ളാം. നിങ്ങൾ ഇനിയും വേണമെന്ന് പറയുകയാണെങ്കിൽ മൊത്തം ഞങ്ങൾ പറയും. കൊള്ളാം. ചെറിയൊരു മണം ഉണ്ട് അല്ലേ? നല്ല മണം. മെല്ലെ മറ്റേ ഒരു എസൻസിന്റെ ഒരു മണം പോലെ സെറ്റായിട്ട് പോവാന്നോ. ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. നല്ല അടിപൊളി സ്പോട്ടിൽ കൂടെ. കാറ്റടിച്ചപ്പോൾ താമര വിരിഞ്ഞു. താമര ഉഷാറായി. വെയിലും കാറ്റൊക്കെ വന്നപ്പോൾ താമര അങ്ങോട്ട് പവറായി. നല്ല അടിപൊളി സ്പോട്ടാണ്. ഓ, നിങ്ങളെ നാട്ടിൽ ഇതുപോലത്തെ വഴികളുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഞങ്ങളങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ കിടില ഒരു പാലത്തിലേക്ക് എത്തി. നമുക്കെന്തായാലും ഈ പാലത്തിലൂടെയുള്ള വ്യൂ കാണാം. നല്ല അടിപൊളി പാലം. ഇവിടെയാണെങ്കിൽ നല്ല അടിപൊളി പുഴ. ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇനിയിപ്പോൾ ഈ താമരേനെ നശിപ്പിച്ച് കളയാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ മരത്തിൽ തൂക്കിയിടാമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു ഭാഗമായതിന് താമരയ്ക്ക് ഒരുപാട് നന്ദി. താങ്ക് യു. സെറ്റ് ചെയ്തു, രാജ സെറ്റ് ചെയ്തു. അവിടെ ഈ മരത്തിൽ താമര, ഒരുപാട് താമരകൾ വിരിയട്ടെ ഈ മരത്തിൽ. താമര ബൈ. ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ലക്ഷ്യം ചായ കുടിയാണ്. കാരണം രാവിലെ കുറച്ച് നേരത്തെ ഇറങ്ങിയതുകൊണ്ട് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യം ഒരു കാലിച്ചായ കുടിക്കണം. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം. അപ്പോൾ എന്തായാലും നമുക്കൊരു ചായക്കട എത്തിയിട്ട് കാണാം. ഞങ്ങളങ്ങനെ ഒരു ചായക്കട കണ്ടു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നൊക്കെ വിചാരിച്ചു. എന്തായാലും നല്ല വിശപ്പുണ്ട്. ഇവിടെ നല്ല നെയ് റോസ്റ്റും ദോശയൊക്കെ ഉണ്ടാക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫുഡ് അടി ഇവിടെ നിന്നാക്കാം. രാജു കമോൺ, കയറിക്കോ.
ഞങ്ങളപ്പോൾ ദോശയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ദോശ വന്നിട്ടുണ്ട്, കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട്. എന്തായാലും നല്ല വിശപ്പുണ്ട്. അത് തുറക്കടാ. ഞാൻ സാമ്പാർ അങ്ങനെ എടുക്കാറില്ല, എനിക്ക് സാമ്പാർ വലിയ താല്പര്യമില്ല. ചട്നിയിലും ചമ്മന്തിയിലും പിടിച്ചു നോക്കാം. അത് എങ്ങനെ ഉണ്ടാ? കൊള്ളാം. ഞാനെന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ. കൊള്ളാം. ചമ്മന്തി നല്ല എരിവുണ്ട്. ദോശ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു മുട്ട ബജി പറഞ്ഞു, കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട്. രാജു മുട്ട ബജി എങ്ങനെ ഉണ്ടാ? ഓക്കെ ഓക്കെ. ഞങ്ങളങ്ങനെ ഫുഡ് കഴിച്ചിറങ്ങി. ഇപ്പോൾ ചെറിയൊരു ആശ്വാസമുണ്ട്. ഞങ്ങളിതാ ഈ ലീഡ് കോളേജിൻ്റെ അടുത്തെത്തിയപ്പോൾ ഇതിക്കൂടെ അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. എവിടേക്കാണ് പോകുന്നതെന്നൊരു പിടിയില്ല. വെയിൽ മൂത്ത് തുടങ്ങി. ചിലപ്പോൾ ഞങ്ങൾ മിക്കവാറും വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും, കാരണം ചൂട്, ഭയങ്കര ചൂട്. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ മുനിസിപ്പൽ സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. പാലക്കാട് മുനിസിപ്പൽ സ്റ്റാൻഡ് ഇപ്പോൾ 2-3 ദിവസം മുന്നെയാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. പണി നടക്കുകയായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് സെറ്റപ്പ് എന്നൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ്. ഷോപ്പുകളൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷെ ഒന്നും ഓപ്പൺ ആയിട്ടില്ല. എല്ലാതും ഭാവിയിൽ ഓപ്പൺ ആവുമെന്നാണ് തോന്നുന്നത്. പിന്നെ കോങ്ങാട് ഭാഗത്തേക്കും മണ്ണാർക്കാട് ഭാഗത്തേക്കുള്ള ബസ്സൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്, കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ ഉള്ളത്. എന്തായാലും മൊത്തത്തിൽ വൃത്തിയുണ്ട്. ഇതിങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതിയായിരുന്നു, എന്നാൽ അടിപൊളിയാവും. മുനിസിപ്പൽ സ്റ്റാൻഡിൽ ഇറങ്ങി ഞങ്ങൾ നേരെ പൂ മാർക്കറ്റ് കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓണമൊക്കെ ആവുന്നതുകൊണ്ട് ഇവിടെ ഒരുപാട് പൂക്കൾ ഇനി വന്നുകൊണ്ടിരിക്കും. ഇത് അടിപൊളി റീത്തൊക്കെ ഉണ്ട്, റീത്തുകളൊക്കെ ഇവിടെ തൂങ്ങുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താ വേണ്ടതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. നമ്മൾ വാങ്ങാൻ വന്നതല്ല, വെറുതെ കാണിക്കാൻ വന്നതാണ്. ഇതാണ് നമ്മുടെ പൂ മാർക്കറ്റ്. ഈ ചേട്ടൻ ലൈവായിട്ട് മാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഓരോ തിരക്കിലാണ്. ഇതുപോലെ പൂക്കൾ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. ഇനി ഓണമാകുമ്പോഴേക്കിനും പൂക്കളുടെ ഇത് അളവ് കൂടും. എന്തായാലും വെയിൽ മൂത്തു, നമുക്കിനി വീട്ടിലേക്ക് പോയാലോന്നാ രാജു. വെയിൽ നല്ല ഹെവി വെയിലാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്, അതായിരിക്കും നല്ലത്. ബൈക്ക് അവിടെ നിർത്തിയിട്ടുണ്ട്. ബൈക്ക് എടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഓക്കെ, ബായ്. ഈ വീഡിയോ എന്താണെന്ന് എനിക്കറിയില്ല. ഒരു പ്ലാനും ഇല്ലാതെ അങ്ങനെ ഇറങ്ങിയതാണ്. ജസ്റ്റ് ഫുഡ് അടിയാൻ വെയിൽ മൂത്തപ്പോൾ നിർത്തുകയാണ്. അപ്പോൾ ഓക്കെ, ബായ്. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. താങ്ക് യു.